ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫഫബ ഗ്ലിംസ്. ഭയം, ഭക്തി, ബഹുമാനം. നമ്മുടെ ദിലീപേട്ടൻ അല്ലെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ നായനാവുന്ന പുതിയ ചിത്രമാണ് ഫഫബ. അതിന്റെ ഒരു അപ്ഡേറ്റ്, അതായത് ചിത്രം റിലീസ് ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസംബർ 18. അഴിഞ്ഞാട്ടം തുടങ്ങിയാലും. അതുപോലെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ധനഞ്ജയ് ശങ്കർ. നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ട്. വിനീത് ശ്രീനിവാസൻ, അതുപോലെ ധ്യാൻ, പിന്നെ ലാലേട്ടൻ ഗസ്റ്റ് റോൾ എത്തുന്ന മൂവിയും കൂടെയാണ് അല്ലേ. ഒരുപാട് പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ദിലീപേട്ടൻ്റെ ഒരു മൂവിയാണ്. അതുപോലെ ഇതിൻ്റെ ചിത്രം നിർമ്മിക്കുന്നത് അല്ലേ, തൊട്ടതെല്ലാം കൈവച്ചതെല്ലാം ഹിറ്റാക്കി മാറ്റിയ ഗോകുല മൂവീസാണ്. അപ്പൊ നമുക്ക് ആ ടീസർ ആ ഒരു ഇത് കണ്ടിട്ട് വരാം. ഗ്ലിംസ്. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വീഡിയോയിലോട്ട് പോവാം. വിനീത് ശ്രീനിവാസൻ ആടിപ്പൊളി. ശരിക്കും കുറെ നാളത്തേക്ക് ശേഷമാണ് ദിലീപിന്റെ ഈ അതിലെ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മുഖം അല്ലെങ്കിൽ ഒരു ഫേസ് കാണുന്ന ഒരു സിനിമയില്. വീട്ടിലാ ലുക്ക്. അതാണ് കൊടുത്തിരിക്കുന്നത്. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ. എന്തായാലും ഡിസംബർ 18 ചിത്രം റിലീസ് ആവുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രതീക്ഷയുള്ള മൂവിയും കൂടെയാണ്. ലാസ്റ്റ് ലാലേട്ടന്റെ ആ ഡയലോഗോടെ അല്ലെ ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എൻ്റെ വന്നു. പിന്നെ അതിൽ ദിലീപേട്ടൻ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതിൽ ഒന്നുകൂടെ കണ്ടാലേ അത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടില്ല. എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എന്തോ ഇതാണെന്ന് തോന്നുന്നു അല്ലേ. ഒരു മിനിറ്റ് അതല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് അത്. യെസ് അന്തവാട്ടി മിസ് ചെയ്യലെന്നാ അത് തന്നെ ഡയലോഗ്. എന്തായാലും കുറെ നാളത്തേക്ക് ശേഷം അല്ലേ ദിലീപേട്ടൻ്റെ ഇത്രയും ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് ഇപ്പോഴാണ് ഈ ചിത്രത്തിലാണ് കാണുന്നത്. മറ്റത് പടം അല്ലേ, ഇതിനു മുന്നേ ഇറങ്ങിയ പടം ഒരുമാതിരി ശോകമായിരുന്നു. ആ ഒരു വൈബ് അല്ലെങ്കിൽ ഒരു അടിപൊളി പടം എന്നൊക്കെ പറയുന്ന ഇതായിരിക്കും എന്ന് തോന്നുന്നു എല്ലാം കൊണ്ടും അല്ലെ. ആ പഴയ ഒരു ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, മറ്റേ കൊച്ചി രാജാവിനൊക്കെ പറയും പോലെ ആ പഴയ ഒരു സൂര്യനാരായണ ഉണ്ടായിരുന്നു. എന്തായാലും കിടിലം സംഭവം. അതുപോലെ നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ട് അല്ലേ. ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ വിനീത് ശ്രീനിവാസൻ, പിന്നെ ലാലേട്ടൻ, ദിലീപേട്ടൻ എല്ലാം കൂടെ കൊണ്ട് മിക്കവാറും ക്രിസ്മസ് തൂക്കാനുള്ള വകയുണ്ട്. ഇതൊന്ന് അല്ലെ ദിലീപേട്ടൻ്റെ ചിലപ്പം ഫസ്റ്റ് ആദ്യത്തെ 100 കോടി മിക്കവാറും ഈ ഒരൊറ്റ ചിത്രം ആയിരിക്കും. ഈ ഒരു ചിത്രത്തിലൂടെ ആയിരിക്കും ദിലീപേട്ടൻ 100 കോടി അടിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിന്റെ ട്രെയിലർ വരുമ്പോ നമുക്ക് അറിയാല്ലേ ബാക്കി എന്തൊക്കെയാണ്. എന്തായാലും പൊളി, സംഭവം പൊളി.